തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 2 തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട പത്മജ വേണുഗോപാൽ ഇത്തവണ NDA സ്ഥാനാർത്ഥിയെ എത്തുന്നു. തൃശ്ശൂരിൽ ചിരപരിതയായ പത്മജ വേണുഗോപാൽ ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടുമോ എന്നതാണ് എല്ലാവരും ചർച്ച. അതുകൊണ്ട് തന്നെ അവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം തന്നെ ഞാൻ നോക്കും. പക്ഷേ ചെല്ലുന്ന സ്ഥലത്തൊക്കെ എന്നെ വളരെ സ്നേഹത്തോടുകൂടി, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് ഞാൻ എപ്പോഴും BJP-യിൽ വന്ന് എൻ്റെ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾക്ക് ഭയങ്കര സ്നേഹം കാണുന്ന സമയത്ത്. അപ്പോൾ അവരുടെ പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ പിന്തുണ ശക്തമാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവിടെ. അപ്പോൾ അവർ കരുണാകരൻ്റെ പിൻഗാമി അല്ലെ കരുണാകരൻ്റെ വോട്ട് കോൺഗ്രസ്സുകാരനായ കരുണാകരൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കോ അത് അവരുടെ മകൾക്കോ? കുറേയൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ മുഴുവൻ കൊണ്ടുവന്ന് വിചാരിക്കണ്ട. അതിൽ കുറച്ചൊക്കെ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഇതിനകത്ത് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ K മുരളീധരൻ മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇത്തവണയും കാല് വരാനുള്ള സാധ്യതയുണ്ടോ അവിടെ? തിരുവനന്തപുരത്ത് ഞാൻ തൃശ്ശൂർ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു, 2-3 പേരെ വട്ടിട്ട് കാണിച്ചിട്ട് ഇവർ കാലുവായിരുന്നു. അതേമാതിരി വന്നു. അവിടെയും അങ്ങനെ ഉണ്ട്, എനിക്കറിയാം തിരുവനന്തപുരത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കരുണാകര കുടുംബത്തോടുള്ള അറ്റാക്കാണോ? ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയതിൽ പ്രധാനിയായ അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹത്തോട് ഇത്ര വിരോധം? അതന്നെ എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പം എന്തുകൊണ്ടാണ് എയർപോർട്ടിന് അച്ഛൻ്റെ പേരിടാത്ത കോൺഗ്രസ്സുകാരുണ്ടായിരുന്നപ്പോൾ? അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് വല്ലതും കിട്ടിപ്പോയെങ്കിലും വെച്ചിട്ടാണ്. അപ്പോൾ അല്ലാണ്ട് കരുണാകരനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ ലെഗസി അവർക്ക് വേണം. അപ്പം മക്കൾക്ക് അങ്ങനെ കൊണ്ടുപോകണ്ട മക്കൾ എന്നുള്ള രീതിയിലാണ് അതും കൂടി ചെയ്യാത്തത്. അപ്പോൾ എത്ര ദുഷ്ടത്തരാന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ഇവിടെ UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നു, എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ അത്തരമൊരു മൂവ്മെൻറ്റിന് ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പേരിടുന്നത് സംബന്ധിച്ചൊരു നീക്കം നടത്തും? തീർച്ചയായിട്ടും. എനിക്ക് അത് വലിയൊരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അത് ഏറ്റവും അവകാശപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണ്. അതെ അതെ, അത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊതുവായിട്ട് തൃശ്ശൂർ നോക്കുന്നത്, തൃശ്ശൂർ പോലും അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ആ ചെറുപ്പം എല്ലാം ഇവിടെയാണ് കഴിഞ്ഞതും. അച്ഛൻ്റെ ഹൃദയത്തിൽ മരിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്ന സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിന് എന്തെങ്കിലും തിരിച്ചടി കിട്ടുന്ന അന്നാണ് അച്ഛൻ ഏറ്റവും സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് കരുണാകരൻ തോറ്റ കാലം. അതെ അതെ. നിങ്ങൾ 3 പേരെയും തെരഞ്ഞുപിടിച്ച് എവിടെ പോയാലും ജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സ്ഥിതി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യുന്നത്? അത് തൃശ്ശൂർ മാത്രമല്ലേ ഉള്ളൂ, വേറെ എവിടെ പോയി നിന്നാലും ജയിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം നാടിനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും അവരത് തിരിച്ചറിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്രാവശ്യം ഞാൻ വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു തിരുത്ത് തൃശ്ശൂരിലെ ജനസമൂഹം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം 100% എനിക്കുണ്ട്. എങ്ങനെ പൊതുവെ പ്രചരണത്തിൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെ, ആളുകളുടെ പ്രതികരണം എങ്ങനെ? അല്ല, വളരെ നല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് എൻ്റെ ആത്മവിശ്വാസം. എവിടെ ചെല്ലുമ്പോഴും ഇങ്ങോട്ട് വന്ന് പറയും, ചില പ്രായമായിട്ടുള്ള സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ വന്ന് പറയും, ജയിക്കൂട്ടോ പ്രാവശ്യം എന്ത് വന്നാലും ജയിക്കും എന്ന് പറഞ്ഞിട്ട് വയസ്സായിട്ടുള്ളവരെ അനുഗ്രഹിച്ചിട്ടൊക്കെ വിടുക. പിന്നെ ഏറ്റവും വലിയ ശക്തി എൻ്റെ പാർട്ടി തന്നെയാണ്. അതിൽ എല്ലാവരും വിശ്വാസമായിട്ടും ഒറ്റക്കെട്ടായിട്ടും അവർക്ക് പ്രസ്ഥാനമാണ് വലുത്. അപ്പോൾ അതിനു വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും വന്നിരിക്കണം ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും കളത്തിലാണ്. കഴിഞ്ഞ തവണത്തെ കുത്ത് ഇത്തവണ ഉണ്ടാവില്ല? ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 2 തവണത്തെ തെറ്റ് തൃശ്ശൂർക്കാർ തിരുത്തുമെന്ന് പത്മജ വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.